ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമുക്ക് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഒരു കേക്ക് റെസിപ്പി ആയാലോ. അപ്പോൾ അതിനു വേണ്ടി 3 മുട്ട ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ഡ്രൈ ആയിട്ടുള്ള ബൗളിലേക്ക് പൊട്ടിച്ച് ചേർക്കാം. അതോടൊപ്പം തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു ബീറ്റർ വെച്ച് നല്ലപോലെ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്ത് ചേർക്കാം. മുട്ടയുടെ സ്മെല്ലൊക്കെ പോകാനായിട്ടാണ് നമ്മൾ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലപോലെ ഫ്ലഫി ആയിട്ട് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇങ്ങനെ ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പ്ലസ് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. അത് നമുക്ക് പകുതിയായിട്ട് ചേർത്ത് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഹൈ സ്പീഡിലിട്ട് വേണം നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. നമ്മുടെ പഞ്ചസാര മെൽറ്റ് ആവുന്നത് വരെ നമുക്കിത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ കേക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഓവനൊന്നും ഇല്ലാതെ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഓയിലോ ഒന്നും തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മുടെ ബാറ്റർ നല്ലപോലെ ഒരു ക്രീമി കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു അരിപ്പ വെച്ചിട്ട് ഇതിലേക്ക് 3/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. മൈദ ചേർത്തതിന് ശേഷം ഒരു സ്പാറ്റുല വെച്ച് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്ത് ചേർക്കുകയാണ് വേണ്ടത്. ഏറ്റവും സ്ലോ ആയിട്ട് വേണം നമ്മൾ ഇതേപോലെ ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്ത് ചേർക്കാനായിട്ട്. നമ്മുടെ മൈദയൊക്കെ ഫുള്ളായിട്ട് നമ്മുടെ ബാറ്ററുമായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ ഫോൾഡ് ചെയ്ത് ചേർക്കുക. അപ്പോൾ നമ്മുടെ കേക്ക് ടിന്ന് ഓൾറെഡി ബട്ടർ പേപ്പർ വെച്ച് ഓയിൽ ഫുള്ളായിട്ട് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ കേക്ക് ബാറ്റർ ചേർത്ത് കൊടുക്കാം. സ്ക്യൂവർ വെച്ച് നമുക്കൊന്ന് വരഞ്ഞു കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമ്മുടെ ഓവൻ സെറ്റപ്പ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്നു. പഴയൊരു ചീനച്ചട്ടി ഫ്ലെയിമിൽ വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം അതിലേക്ക് സ്റ്റാൻഡ് വെച്ച് നമ്മുടെ കേക്ക് ടീൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തന്നെ മൂടി വെച്ച് 35 മുതൽ 40 മിനിറ്റിൽ വരെ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. കറക്റ്റ് 40 മിനിറ്റിൽ നമ്മുടെ കേക്കൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മുടെ സൈഡൊക്കെ നല്ലപോലെ ഒന്ന് വിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊരു സ്ക്യൂവർ വെച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ല. നമുക്കിത് ഗ്യാസ് സ്റ്റോപ്പിൽ നിന്ന് മാറ്റി ചൂടാറാനായിട്ട് വെക്കാം. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് നല്ല ഹൈറ്റിൽ കേക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. കേക്ക് ചൂടാറുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഡീമോൾഡ് ചെയ്തെടുത്തായിരുന്നു. അപ്പോൾ നമ്മുടെ സ്പോഞ്ച് കേക്കൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ ബട്ടർ പേപ്പർ കൂടി ഒന്ന് മാറ്റി കൊടുക്കാം. കേക്കിൻ്റെ ചൂട് ഇപ്പോഴും ആറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മൾ നല്ലപോലെ ചൂട് ആറിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. നല്ല സോഫ്റ്റും നല്ല ഫ്ലഫി ആയിട്ടുള്ള കേക്ക് തന്നെയാണ്. അപ്പോൾ നമ്മുടെ സ്പോഞ്ചി കേക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.